വെൽക്കം ബാക്ക് ടു ഷീനുസ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. ഇന്ന് എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഡ്രീം ഗാർഡൻസിൽ നിന്നാണ് കേട്ടോ. എറണാകുളമാണ് ഇതുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഒരുപാട് പ്ലാന്റ്സ് വാങ്ങാറുണ്ട്, സെയിലിനായിട്ടും വാങ്ങാറുണ്ട് കേട്ടോ. അപ്പം ഇത് എന്താണെന്ന് നമുക്ക് നോക്കാം, ഏതാണ് പ്ലാന്റ്സ് എന്ന്. ഇവരുടെ പാക്കിംഗ് ഒക്കെ നല്ല സൂപ്പറാണ് കേട്ടോ. ചെടികൾക്കൊന്നും ഒരു കേടും പറ്റാറില്ല, ലീഫിന് പോലും കേട് പറ്റാറില്ല കേട്ടോ. നല്ല പാക്കിംഗ് ആണ്. ഞാൻ ഇവരുടെ നിന്ന് ഒരു 2-3 വർഷമായിട്ട് പ്ലാന്റ്സ് വാങ്ങാറുണ്ട്. ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും സെയിലിനായിട്ട് വാങ്ങാറുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ അവർ നമുക്ക് അയച്ചു തരുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ പ്ലാന്റ് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ അരക്കപ്പാമാണ്. ഇതെൻ്റെ അടുത്ത് ഉള്ളതാണ്, എന്നാലും എനിക്ക് ഇത് ഓഫർ പ്രൈസിൽ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. ചെറിയ തൈയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. നല്ല പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഇത് 2 എണ്ണം ഉണ്ട് കേട്ടോ, 2 പ്ലാന്റാണ്. പിന്നെ എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ അടുത്ത പ്ലാന്റ് ബോഗൺവില്ലയാണ്. ഈ ബോഗൺവില്ല എന്ന് പറയുന്നത് സാധാരണ ബോഗൺവില്ല അല്ല, വെറൈറ്റിയാണ്. ഇത് വലിയ തൈകൾക്കൊക്കെ 500-600 രൂപയൊക്കെ ഇതിന് റേറ്റ് ഉണ്ട്. ഞാൻ തന്നെ സെയിൽ ചെയ്തിരുന്നു ഈ ഒരു പ്ലാന്റ്സ്. അപ്പം ഇത് നല്ലൊരു ഓഫർ പ്രൈസിൽ ചെറിയ തൈകൾ കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. ചെറിയ തൈകൾ വാങ്ങിയെങ്കിൽ നമുക്കത് വളർത്തിയെടുക്കാമല്ലോ. ഇതാണ് കേട്ടോ പ്ലാന്റ്, സ്ലീപ്പിംഗ് ബ്യൂട്ടിയാണ്. നല്ല കളറാണ്, നല്ല ഫ്ലവറാണ്. അതുപോലെ തന്നെ ഫ്ലെയിം റെഡും ആണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ ഇനി നമുക്ക് ഈ പ്ലാന്റ്സൊക്കെ ഒന്ന് പോട്ട് ചെയ്യാൻ നോക്കാം. ഞാനിതിൻ്റെ ഹോൾസൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ അടിയിലായിട്ട് കരിക്കട്ടയാണ് ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ മെറ്റലോ എന്തെങ്കിലും ഇടാം കേട്ടോ. അപ്പോൾ ഞാനത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് പോട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കരിക്കട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്ലാന്റ് മെല്ലെ ഒന്ന് ചെറുതായിട്ടൊന്ന് നനക്കി കൊടുക്കട്ടെ, വേരിളകാതെ. എന്നിട്ട് അത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് പോട്ടി മിക്സ് ഇതിലേക്ക് നിറച്ച് കൊടുക്കട്ടെ. ഇനി ഇത് നമുക്ക് വലിയൊരു ചട്ടിയിലേക്ക് ഇറക്കി വെക്കാവുന്നതാണ്. അപ്പം ഞാനിതുപോലെയാണ് കേട്ടോ ഇത് പോട്ട് ചെയ്യാറുള്ളത്. അപ്പം ഇങ്ങനെ പോട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതൊന്ന് നനച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പോട്ടിങ്ങിനായിട്ട് നമുക്ക് വരുന്ന സമയം. ഇനി അടുത്ത പ്ലാന്റ് പോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഞാനത് പോട്ട് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ബോഗൺവില്ലൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 2-3 ദിവസമെങ്കിലും നമ്മുടെ വീട്ടിൽ ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കാലാവസ്ഥയായിട്ടൊന്ന് ഇണങ്ങി ചേർന്നതിന് ശേഷം നമ്മളിത് പോട്ട് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ബൊഗെയിൻവില്ല നമുക്ക് കൊറിയറായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് പോട്ട് ചെയ്യുന്നതെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ പുറത്താണെങ്കിൽ നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, താങ്ക് യു.